ലോകത്തെ നിയന്ത്രിക്കുന്ന ശതകോടീശ്വരന്മാർ, മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ, ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ, ഇവരെയെല്ലാം ബന്ധിപ്പിക്കുന്ന കുറച്ച് രഹസ്യങ്ങൾ ഒരു ദ്വീപിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ വെറും സാമ്പത്തിക ഇടപാടുകൾ മാത്രമായിരുന്നില്ല. അധികാരത്തിന്റെ തണലിൽ പിഴുതെറിയപ്പെട്ട നൂറുകണക്കിന് പെൺകുട്ടികളുടെ നിലവിളികളായിരുന്നു അത്. ആരായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ? ന്യൂയോർക്കിലെ ആഡംബര പാർട്ടികളിൽ ചിരിച്ചുല്ലസിച്ചു നടന്ന ആ മുഖം ലോകം കണ്ടത് മാന്യനായ ഒരു ബിസിനസ്സുകാരനായാണ്. എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ ഭയാനകമായ ഒരു കുറ്റവാളി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ, പണം കൊണ്ട് നീതിയെ വിലക്കെടുത്തവൻ, സ്വാധീനം കൊണ്ട് നിയമത്തെ തോൽപ്പിച്ചവൻ. 1953 ബ്രൂക്ലിനിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനനം. ഒരു അധ്യാപകനായി ജീവിതം തുടങ്ങിയ എപ്സ്റ്റീൻ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപദേശകനായത് എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. എപ്സ്റ്റീന് ബിരുദങ്ങളില്ലായിരുന്നു, പക്ഷേ ബുദ്ധിയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ എങ്ങനെ തന്റെ സമ്പാദ്യമാക്കി മാറ്റണമെന്ന് അയാൾക്കറിയാമായിരുന്നു. ബിൽ ഗേറ്റ്സ് മുതൽ ഡൊണാൾഡ് ട്രംപ് വരെ നീളുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയം ഏതൊരാളെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. 2005 ആ ചീട്ടുകൊട്ടാരം തകർന്നു തുടങ്ങിയത്. 14 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ പരാതി പാം ബീച്ച് പോലീസിനെ അയാളുടെ വാതിലിലെത്തിച്ചു. മസാജ് ചെയ്യാനെന്ന പേരിൽ വിളിച്ചു വരുത്തി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരു വലിയ ശൃംഖല തന്നെ അയാൾ നടത്തിയിരുന്നു. പക്ഷേ ഇവിടെയാണ് അധികാരത്തിന്റെ കളി തുടങ്ങുന്നത്. ഇത്രയും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടും വെറും 13 മാസം മാത്രം ജയിൽ ശിക്ഷ, അതും പകൽ സമയത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ അനുവാദമുള്ള ശിക്ഷ. പണമുണ്ടെങ്കിൽ നിയമത്തെയും തടവിലാക്കാമെന്ന് എപ്സ്റ്റീൻ തെളിയിച്ചു.